ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരണ വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വറ്റൽമുളകൊക്കെ ഇപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ഫോൺ കോൾ വന്നു, അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ടുള്ളത്. അത് സാരില്ല, അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് വാടി വരണ വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വറ്റൽമുളക് നമ്മൾ ചമ്മന്തി അരയ്ക്കണ നേരത്ത് 1-2 കുറവ് ചേർത്ത് കൊടുത്ത് എരിവിനനുസരിച്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ താരം, മുരിങ്ങയില. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കമ്പുകളൊക്കെ ഇതിൽ ഉണ്ട്, അത് സാരില്ല കേട്ടോ, നമ്മൾ ചമ്മന്തി അരയ്ക്കാനല്ലേ. അപ്പോൾ ചെറിയ ചെറിയ കമ്പുകളൊക്കെ അതിൽ പെട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കുറേ നേരം ഇത് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മുരിങ്ങയില ഒന്ന് വെന്ത് വന്നാൽ മതി. മൂടി വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുരിങ്ങയില ഇവിടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ ആദ്യം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ക്രഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ചമ്മന്തി ഞാനിവിടെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് കുത്തരിച്ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചമ്മന്തി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ മുരിങ്ങയില കറി, മുരിങ്ങയില ഉപ്പേരി, പിന്നെ മുരിങ്ങയില ഫ്രൈഡ് റൈസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മുരിങ്ങയില ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയില. അപ്പോൾ മുരിങ്ങയില കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും രീതിയിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.